തൃണമൂൽ കോൺഗ്രസ് വിമതരുടെ ലയനം തള്ളി നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ശാന്തനു ദേ വിമത എംപിമാർ ചേരുന്ന കാര്യത്തിൽ ഒരു വിവരവുമില്ല. വിമത എംപിമാരെ NCPIക്ക് ആവശ്യമില്ലെന്നും ജനറൽ സെക്രട്ടറി ശാന്തനു ദേ പറഞ്ഞു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അരവിന്ദ്, ഈ കാര്യത്തിൽ എന്താണ് തൃണമൂൽ കോൺഗ്രസ് വിമതരുടെ ലയനം നാഷണൽ സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ശാന്തനു ദേ തള്ളിക്കളയുന്നത്? അവരെ അങ്ങനെ വിമത എംപിമാരുടെ ആവശ്യമില്ല എന്നൊരു നിലപാട് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ 20 വിമത എംപിമാർ തങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് ലയിക്കുന്നതായി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ NCPI വ്യക്തമാക്കുന്നത് അത്തരമൊരു വിവരം തങ്ങൾക്ക് ലഭ്യമല്ല. അവരുടെ ജനറൽ സെക്രട്ടറി ശാന്തനു ദേ തന്നെ ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ലയനത്തെക്കുറിച്ച് തങ്ങൾക്കൊന്നും തന്നെ അറിവില്ല. ഇതുകൂടാതെ തന്നെ ഈ വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാരെ തങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് ശാന്തനു ദേവ് വ്യക്തമാക്കിയിരിക്കുന്നത്. സർവത്ര ആശയക്കുഴപ്പം തുടരുകയാണ്. കാരണം എങ്ങനെയായിരിക്കും ഈ വിമത എംപിമാരുടെ നീക്കം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രസിഡന്റ് അടക്കമുള്ളവരുമായി നേരത്തെ തന്നെ സുവേന്ദു അധികാരി സംസാരിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതേസമയം പാർട്ടിക്കുള്ളിൽ NCPIക്കുള്ളിൽ ഇത്തരത്തിൽ വിമത എംപിമാർ വരുന്നത് ഒരു ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ തമ്മിൽ ഒരു ഭിന്നത ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. ബംഗാളിലും ത്രിപുരയിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് NCPI എന്ന് പറയുന്നത്. ഒരു MP പോലും നിലവിൽ അവർക്ക് ലഭ്യമല്ല. അതിലേക്കാണ് 20 വിമത എംപിമാർ വരുന്നത്. അപ്പോൾ നിലവിൽ പാർട്ടിയിലുള്ളവർക്ക് പാർട്ടിക്കുള്ളിലെ അധികാരം നഷ്ടപ്പെടാൻ ഈ വിമത എംപിമാർ വരുന്നത് കാരണമാകുമോ എന്നൊരു ആശയക്കുഴപ്പം കൂടി NCPIയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രതികരണം അവരുടെ ജനറൽ സെക്രട്ടറിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ ഈ പ്രതികരണത്തിൽ ഇതുവരെ ഈ വിമത എംപിമാർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തങ്ങൾ NCPIയുമായി മുന്നോട്ട് പോകുന്നുവെന്ന് മാത്രമാണ് ഇപ്പോൾ ഈ 20 വിമത എംപിമാർ വ്യക്തമാക്കുന്നത്. നിലവിൽ ലോക്സഭയിൽ 28 എംപിമാരാണ് തൃണമൂൽ കോൺഗ്രസിലുള്ളത്. അതിൽ 20 പേരും NCPIയിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കറെ കണ്ട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് തങ്ങൾ NDA പിന്തുണയ്ക്കും എന്നതാണ് 20 വിമത എംപിമാർ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും NCPIയുടെ മറ്റ് നേതാക്കളുടെ പ്രതികരണം കൂടി വരും മണിക്കൂറുകളിൽ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? NCPIയിൽ തന്നെ ഇവർ വരുന്നതിൽ ഒരു ഭിന്നതയുണ്ടോ അടക്കമുള്ള കാര്യങ്ങളും വരും മണിക്കൂറുകളിൽ വ്യക്തമാക്കും. എന്തായാലും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം, അഭിഷേക് ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. പാർട്ടിയുടെ കഴിഞ്ഞാൽ അവരിൽ നിന്ന് നഷ്ടമാകുന്ന സ്ഥാനമുണ്ട്. എന്തായാലും നേരത്തെ നിയമസഭയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു അധികാരം അത് മമതാ ബാനർജിയിൽ നിന്ന് പോയിരുന്നു. പിന്നീട് പാർലമെന്റിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭൂപേന്ദ്ര യാദവ് അടക്കമുള്ള BJP നേതാക്കളാണ്. കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര യാദവിന്റെ വസതിയിൽ ഈ വിമത എംപിമാർ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉടൻ തന്നെ ലോക്സഭാ സ്പീക്കറെ കണ്ടുകൊണ്ട് തങ്ങൾ NCPIയിലേക്ക് പോകുമെന്നുള്ള പ്രഖ്യാപനം അവർ നടത്തുകയും ചെയ്തത്. പക്ഷേ NCPI ഇതുവരെ ഈ ലയനം അംഗീകരിച്ചിട്ടില്ല. മറ്റ് നേതാക്കളുടെ പ്രതികരണം കൂടി വരും മണിക്കൂറുകളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.